വിദ്യാർത്ഥികളെ, 2ാം ക്ലാസ് ഇൻ്റഗ്രേഷൻ ഉത്ഗ്രഥനത്തിൻ്റെ 2ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് വൺ, ആശംസാ കാർഡ് നിർമ്മാണമാണ്. ഒരു ആശംസാ കാർഡ് തയ്യാറാക്കാനാണ്. റയാൻ്റെ പിറന്നാളിന് കൂട്ടുകാർ ആശംസാ കാർഡുകൾ നൽകി. നിങ്ങളുടെ സുഹൃത്തിൻ്റെ പിറന്നാളിന് നൽകാനായി ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് നൽകാനായിട്ട് ഒരു ആശംസാ കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റയാൻ നിങ്ങളുടെ കൂട്ടുകാരുടെ പേര് എഴുതിയിട്ട് 1000 ജന്മദിന ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി നല്ല പടമൊക്കെ വരച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തത്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കെട്ടിട നിർമ്മാണമാണ്. കെട്ടിട നിർമ്മാണത്തിൽ നമുക്ക് നോക്കാം. നിർമ്മാണം നടക്കുന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് റയാനും കൂട്ടുകാരും എത്തി. കെട്ടിട നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ചിത്രങ്ങൾക്ക് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ എന്ത് പരിപാടി നടക്കുന്നത്? സിമൻറ്റ് തേക്കുകയാണ് അല്ലേ. ഇവിടെ എന്താണ്? ഇഷ്ടിക വച്ചിട്ട് ചുമര് നിർമ്മാണം നടത്തുകയാണ് അല്ലേ. ഇവിടെ ചുമര് തേക്കുകയാണ്, ഇവിടെ ഇഷ്ടിക വച്ചിട്ട് ചുമര് കെട്ടുകയാണ് അല്ലേ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? തറ അല്ലേ, തറ പണിയുന്നുണ്ട്. പിന്നെ ഇവിടെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട്. പിന്നെന്താണ്? വാതിലിൻ്റെ പടി വയ്ക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ നിർമ്മാണ ഘട്ടങ്ങളും നിങ്ങൾ നോക്കിയിട്ട് എഴുതാനാണ് ഓരോ ഘട്ടങ്ങളും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ഉദ്ഘാടനം. റയാൻ്റെ സ്കൂളിലെ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി. ഉദ്ഘാടനത്തിന് എല്ലാവരെയും ക്ഷണിക്കാനുള്ളൊരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ്, ഗവൺമെൻറ് LP സ്കൂൾ മണിമലയിൽ ഈ വരുന്ന 2025 ഡിസംബർ 22 രാവിലെ 10 മണിക്ക് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന ആളാണ്, നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് പ്രഥമ അധ്യാപിക ഗവൺമെൻറ് LPS മണിമല, അങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പ്രവർത്തനം തരം തിരിക്കാം എന്നുള്ളതാണ്. ഉദ്ഘാടന ദിനത്തിൽ എല്ലാവർക്കും സദ്യയുണ്ട്. സദ്യയ്ക്കുള്ള സാധനങ്ങൾ പാചകപ്പുരയിൽ കൊണ്ടുവന്നു. അവയെ തരം തിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പച്ചക്കറികളുണ്ട് അല്ല, ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ധാന്യങ്ങൾ എന്ന് എഴുതാം അല്ലേ. ധാന്യങ്ങളും ഇലക്കറികളും. ധാന്യങ്ങൾ, ആദ്യത്തേൽ അരിയാണ് തന്നിരിക്കുന്നത്, രണ്ടാമത്തേൽ മത്തനില. പിന്നെ എന്തൊക്കെ ഇലകളുണ്ട്? ഇലക്കറികൾ, ചീരയിലുണ്ട്. പിന്നെ പച്ചക്കറികൾ ഒക്കെ, ധാന്യങ്ങളുണ്ട്, ഇലക്കറികളുണ്ട്, പയറുവർഗ്ഗങ്ങളുണ്ട്, പിന്നെ പച്ചക്കറികൾ തരംതിരിച്ച് എന്തൊക്കെ ധാന്യങ്ങളുണ്ട്? അരി, ഗോതമ്പ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ പേര് എഴുതുക. പിന്നെ ഇലക്കറികളുടെ പേര് മത്തനില, ചീരയില അല്ലേ, അങ്ങനത്തെ മുരിങ്ങയില, അങ്ങനെ ഇലകളുടെ പേര് എഴുതുക. പയറുവർഗ്ഗങ്ങളിൽ പൻപയർ, ചെറുപയർ, കടല, പരിപ്പ് അതൊക്കെ എഴുതുക. പച്ചക്കറികളിൽ വെണ്ടയ്ക്ക, മത്തങ്ങ, ക്യാരറ്റ് അതൊക്കെ എഴുതുക. അങ്ങനെ ഓരോന്നും വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പ്രവർത്തനം എന്താ? ഇഷ്ടവിഭവം. റയാന് പായസം നന്നായി ഇഷ്ടപ്പെട്ടു. അതുണ്ടാക്കുന്ന വിധം അന്വേഷിച്ച് കുറിപ്പെഴുതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് എഴുതുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ഇപ്പോൾ പായസം ഇഷ്ടമെങ്കിൽ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സദ്യയാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ സദ്യയിൽ ഏതെങ്കിലും കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടം, അപ്പോൾ ഏത് ഫുഡാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.